ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 35ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ തവണ യൂസ് ചെയ്ത അതേ ഹെയർ പാക്കാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനൊന്ന് ഹെയർ ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഒരു ദിവസം എപ്പം വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും എനിക്ക് ടൈം കിട്ടുന്നത് ആ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപേ ആയിട്ടാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ എല്ലാ സമയവും ഈ ഒരു ടൈമിൽ ഇത് ചെയ്ത് കൊടുക്കുന്നത്. കൂടാതെ കറിവേപ്പിലയും മോരൊക്കെ കുടിക്കണമെന്ന് വിചാരിക്കണു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഹെയർ പാക്കിന് മുൻപായിട്ട് ഓയിൽ, അതായത് തലേദിവസം നൈറ്റ് ഓയിൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് ഒരു അരമണിക്കൂർ മുൻപ് ഹെയറിൽ ഓയിൽ ഇടണം. മുടിയുടെ ലെങ്തിലേക്ക് ഓയിൽ ഇട്ടതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. അല്ലാത്തവർ നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ടൈം മുൻപായിട്ട് ഒരു 5-10 മിനിറ്റ് മുമ്പായിട്ട് ഹെയറിൻ്റെ ലെങ്തിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് 33ാമത്തെ ഡേയിൽ ചെയ്ത അതേ ഹെയർ പാക്ക് തന്നെയാണ് ഇന്നത്തെ ദിവസവും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കയറി കണ്ട് എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കണതെന്ന് ഡീറ്റെയിൽഡായിട്ട് കണ്ടിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ഇൻവേർഷൻ മെത്തേഡൊക്കെ ചെയ്ത് ഹെയർ ഒന്ന് സെറ്റാക്കി വെച്ച ശേഷം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ വകച്ചിലും നന്നായിട്ട് ആ ഒരു സ്കാൽപ്പിൽ എത്തുന്ന രീതിക്ക് നന്നായിട്ട് ഈ ഒരു പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂക്കളാണുള്ളതെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ അതെടുത്തിട്ട് ആ ഒരു ജ്യൂസ് എടുത്ത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഓരോ ദിവസം നിങ്ങൾ ഈ ഒരു ഹെയർ കെയർ ചാലഞ്ച് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ദിവസം നിങ്ങളുടെ ഹെയർ ഫാളിൻ്റെ ആ ഒരു റിഡക്ഷൻ നോക്കൂ, കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ മുടിയിൽ പുതിയ മുടികൾ ആ ഒരു സ്ഥലത്ത്, അതായത് നിങ്ങളുടെ ഫ്രണ്ട് പോർഷനിലൊക്കെ നെറ്റ് കെയറിലൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ഫ്രണ്ട് ഏരിയയിലൊക്കെ പുതിയ മുടികൾ വരാൻ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ചലഞ്ച് ഇത്രയും ദിവസം ഫോളോ ചെയ്ത ആൾക്കാരാണ് ണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും പുതിയ മുടികൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ ഹെയർ ഫാൾ കുറഞ്ഞിട്ടുണ്ടാകും. ഇനി എല്ലാവർക്കും എല്ലാ പാക്കുകളും എല്ലാ കാര്യങ്ങളും സ്യൂട്ടാകണമെന്നില്ല. സോ ഈ ഒരു പാക്കിൽ ഒനിയൻ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതിന് പകരമായിട്ട് അലോവേര യൂസ് ചെയ്യാം. നമ്മുടെ കറ്റാർവാഴയുടെ ആ ഒരു പൾപ്പ് ജെല്ലെടുത്തിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കിയിട്ട് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താലും റിസൾട്ട് ഉണ്ടാകും കേട്ടോ. കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് ഒനിയൻ സ്യൂട്ടാകുമെങ്കിൽ ഒനിയൻ ജ്യൂസ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനിപ്പോൾ ഓരോ വകച്ചിലായിട്ട് എടുത്ത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു 30 മിനിറ്റ്സ് to 1 hour വരെ ഈ ഒരു പാക്ക് വെച്ചേക്കാം. അതിന് ശേഷം നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യല്. മുടി കൊഴിച്ചിലുള്ളവർക്ക്, അതുപോലെ തന്നെ ഹെയർ റീഗ്രോത്ത്, ആ ഒരു പോയിടത്തേക്ക് നന്നായിട്ട് മുടി തിരിച്ച് വളർന്നു വരണമെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മുടിക്ക് നല്ലതായിട്ടൊരു തിക്നെസ് ലെങ്തും ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒട്ടും മുടിയില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ഒന്ന് നന്നായിട്ടൊന്ന് വളർത്തിക്കൊണ്ട് വരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ചലഞ്ച് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കണേ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഏരിയയിൽ നന്നായിട്ട് എപ്പോഴും പറയണ പോലെ നിങ്ങളുടെ ആ ഒരു മുടി കൊഴിച്ചിൽ നന്നായിട്ട് അറിയണ ഭാഗം നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഏരിയയിലാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷനിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഏത് പാക്ക് എടുത്തു കഴിഞ്ഞാലും.
അപ്പം ബാക്കൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം മുടി മേലെ കെട്ടി വയ്ക്കുകയാണ്. ഇനി നമുക്കൊരു 30 to 1 hour വരെ വെച്ചേക്കാം. നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 30 മിനിറ്റ് വെച്ചേക്കാം, മാക്സിമം നിങ്ങൾക്ക് 1 hour വരെ വെച്ചേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു മന്ത് തൊട്ട് നമ്മൾ ഓയിലിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്തിയാണ്. അതായത് നമ്മൾ നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം ഓയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ ഈ ഒരു ഓയിൽ ചെയ്യുമ്പം സാധാ നമ്മൾ ഹെയർ ഓയിൽ എടുക്കുക അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി തൊട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഓയിൽ ആപ്ലിക്കേഷൻ നടത്തുമ്പോഴത്തേക്കും ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതായത് ഒരു നന്നായിട്ടൊരു പാത്രത്തിൽ തിളച്ച വെള്ളം വെക്കുക. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു കുഞ്ഞ് പാത്രത്തിലേക്ക് നമ്മുടെ ഹെയർ ഓയിൽ എന്തോരം വേണോ വളരെ കുറച്ച് അത് ഒഴിച്ച് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ ഒരു ഓയിൽ ചെറു ചൂടോടെ നമുക്കത് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മുടി തഴച്ച് വളരാനായിട്ട്, അതായത് മുടി നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നമുക്ക് നൈറ്റിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടും. അപ്പം അങ്ങനെ നൈറ്റിൽ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പിറ്റേന്ന് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പറ്റുന്നവരൊക്കെ നൈറ്റ് തന്നെ ചെയ്തോളൂ. അപ്പം ഞാൻ ഇതുവരെ എന്തായാലും ഒന്ന് വീഡിയോ നൈറ്റിലെടുത്തിട്ട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ച് നൈറ്റ് ഹെയർ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ആൾ ഉറങ്ങിയിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കി ഇരുന്നപ്പോഴാണ് ആൾക്ക് ഉറക്കമില്ല കേട്ടോ. അപ്പം എൻ്റെ കൂടെ വീഡിയോ എടുത്തിട്ട് അവൾ ഉറങ്ങണുള്ളൂ എന്നും പറഞ്ഞിട്ടുള്ള ഒരു വാശിക്കാണ് ആളിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി 12 മണിക്കാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഹെയർ ഓയിലിംഗ് ചെയ്യാൻ പോകുന്നത് രാത്രി 12 മണിക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും വരെ ടാറ്റ കേട്ടോ.